അവന്റെ എന്ത് നല്ല മണോ. ഏത് സ്പ്രേ ഞങ്ങൾ അടിച്ചത്? നല്ലോണം ഉണ്ടോ? അത് ഞാൻ അന്നേരം വാങ്ങിയ നല്ല മണോ. എന്തൊക്കത് എന്നില്ലാത്തൊരു ഒരുക്കോ. അന്ന് ഞാനേ പുതിയ ഒരാളാകാം. അൽവാ കണ്ണാളെ സൽവാറ് ചെണ്ടാളെ പൽവാളെ ദേവൻ ഞാൻ സൽവാക്കില്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ നിന്നെ കണ്ടാലേ നുങ്കിൻ തള്ളാലെ വാക്ക് തീർന്നേ നീ അകലെ അകലെ ചരടമുറിഞ്ഞ പട്ടം ഞാൻ ചുവട് കറങ്ങി മറന്ന പരിസരം ഇന്നാരുടെ മണ്ണില് കുഴിച്ച മുടണൊരിഷ്ടം ഞാൻ ജനിച്ചേ മരിച്ചേ പലവട്ടം പുളിഞ്ചിക്ക ഉറിഞ്ചി ഉറിഞ്ചി കുടിക്കുവാൻ ഉറുമ്പ് ഞാൻ കറങ്ങി നിക്കണ് ഒയരയാ മരത്തി വലിഞ്ഞ് കേറണ് ചെറുക്കിയാലൂർന്ന് നൂർന്ന് നമുക്ക് ചായ കുടിക്കാനേ പുതിയൊരു കട അടഞ്ഞു. അവിടെ ഒന്ന് പോയി നോക്കിയാലോ? അൽവാ കണ്ണാളെ സൽവാറ് ചെണ്ടാളെ പൽവാളെ ദേവൻ ഞാൻ സൽവാക്കില്ലാതെ തൊണ്ടയ്ക്കുള്ളാലെ. എന്താ കാനെ കാണാത്ത? കൊറേ നേരായല്ലോ. ഒന്ന് വിളിച്ചു നോക്കലേ. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്താ ഇപ്പൊ വൈകിയതാവും. ഈ ഇടയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ. എന്താ നോക്കണത്? അന്റെ ഉപ്പച്ചിനെ കാണാനില്ലേ? ഇപ്പച്ചി വരുന്നില്ല. ഇപ്പൊ എന്നും ഇങ്ങനെ തന്നെ നേരം വൈകി വരികയാണേ. ഇപ്പച്ചി നമ്മളെ വിട്ടോക്കും പോവൊന്നുമില്ല. എന്നാലും ഉമ്മച്ചിക്കൊരു പേടിയേ. പാവങ്ങിയോളിട്ടാ. ഇപ്പച്ചി വന്നോളൂ. അല്ലല്ല ഒങ്ങിയോളിട്ടാ. എന്താത്താ നോക്കിയാ ഇത് അറിഞ്ഞിക്കണോ? എന്ത് താത്താ? അല്ല, എങ്ങനെ പന്നോട് പറയാ? എന്നാ ഒന്നുമില്ല. എന്താത്താ നിങ്ങള് പറയ്. അതെ, ഇന്റെ ഫോണില് വന്നതാ. എല്ലാരും അറിഞ്ഞിക്കണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇജ്ജു അറിഞ്ഞിക്കണേക്കും കരുതി വന്നതാ അണ്ണി. നിങ്ങൾ ടെൻഷൻ ആക്കാതെ കാര്യം പറയ് താത്ത. അതെ, അന്റെ കെട്ടിയോനെ വേറെ പെണ്ണിനെയും കല്യാണം കഴിച്ച് നടക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കണ്. ഇപ്പൊ വാട്സപ്പിൽ ഇതാ ഫോട്ടോയും വീഡിയോ ഒക്കെ വന്നിക്കണേ. ഇങ്ങോട്ട് നോക്കിയാ കണ്ടോ? ഇങ്ങോട്ട് നോക്ക്. ഇജ്ജ് കരയല്ലേ നെസ്സിയെ, ഞാൻ എന്നെ എടങ്ങേറാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ കരയൂല. നിങ്ങള് പോയിക്കോളി. എന്നായാലും ഇജ്ജ് തറി കള്ളത്തരൊക്കെ ഒരു പരിധി വരെയല്ലേ നടക്കുള്ളൂ. പിന്നെ അത് പുറത്ത് ചാടും. ഏതായാലും ഞമ്മക്ക് ഓന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോവാട്ടടി. ബുദ്ധിമോശൊന്നും കാട്ടല്ലോ. വെറുതെ എടുങ്ങേറാണ്ട. അതിനൊക്കെ എന്തെങ്കിലും പരിഹാരം നമുക്ക് കാണാം. എന്തിനാത്ത ഞാൻ ബുദ്ധിമോശം ചെയ്യണ്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പോയിക്കോളി, ധൈര്യമായിട്ട് പോയിക്കോളി. ഞാനിത് വിളിച്ചു നോക്കട്ടെ.
പഠിച്ചോനെ, എൻ്റെ ഫോട്ടോ അതാ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാണ്. ഇപ്പം എന്താ ചെയ്യുക? ഒന്നുമില്ല, നമ്മളെ കല്യാണ ഫോട്ടോ ഒക്കെ അതാ അതിൽ വന്നാണ്, ഗ്രൂപ്പിൽ വന്നാണ്. നമുക്ക് തീരെ അടച്ചോനെ, ഇതറിഞ്ഞിട്ടേക്കാരം ഓളങ്ങനെ വിളിച്ചണേ. ഇതൊരു സമാധാനമില്ല. ഇനിയിപ്പോൾ എന്താ പറയുള്ളൂണ്ട്. ഓളാണ് ഇങ്ങനെ വിളിക്കണേ. ഇനിയിപ്പോൾ ഇതെന്താണ് ഒരു പൊടുത്തുമില്ല. ആകെ പ്രശ്നമാണ്. വീട്ടിൽ പോവേ? അതൊന്നും ശരിയാവില്ല. വിവരണ്ടറി. ഏതായാലും ഒക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് രണ്ടാക്കാണ്ട് പോവാം. വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ വാ, നമുക്ക് പോകാം. ഈ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. നല്ല രസേനി. ആ സന്തോഷമൊക്കെ പിന്നെ പോകുമല്ലോ. ഓ എത്തിയോ? വേറെ പെണ്ണെട്ടാൻ പറ്റിയ പ്രായ. 6 മക്കളെ തന്തയായിട്ട് വേറെ പെണ്ണുങ്ങളെ മൂട്ടില് നടക്കാന് ഉളുപ്പുണ്ടല്ലോ നിങ്ങക്ക്. മനുഷ്യ കേക്കണേനുള്ളൊരു ചേതാ. ഗ്രൂപ്പിലൊക്കെ വന്നിക്കണ്. ഞാൻ ഫോൺ എടുത്ത് കണ്ടാളി. നിങ്ങളെന്താ വിചാരിച്ചേ ഞാനൊന്നും അറിയില്ലെന്നോ? ഞാൻ ഈ പെരിയിലെ പണിയൊക്കെ ഇതിനൊടുത്ത് കുട്ടികളൊക്കെ നോക്കി ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് എല്ലാം ചെയ്തു തന്നിട്ട് അതൊക്കെ അന്തസ്, അഭിമാനം, ഉളുപ്പ് ഇങ്ങനത്തെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അതൊന്നും ഇല്ലാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ടാണല്ലോ ഇങ്ങനത്തെ ഓരോ പൂതി വരുന്നേ. നിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, എന്റെ ആഗ്രഹങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നത്? ഒരു നിമിഷം നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ചോ? 5-6 മക്കളില്ലേ, ആഴ്ചകളെ കുറിച്ച് ആലോചിച്ചോ? അത് പാവപ്പെട്ടൊരു കുട്ടിയാ. അതിന് സംസാരിക്കാനുള്ള ശേഷിയും കൂടി ഇല്ല. സംസാരിക്കാൻ കഴിയാത്തവരൊക്കെ പാഠങ്ങൾ എടുത്ത് കാണാൻ തലയിൽ വെച്ച് കണ്ട് കല്യാണം കഴിക്കുവോ? പിന്നെ സംസാരിക്കാൻ കഴിയാത്തവരെ മുഴുവൻ കെട്ടിക്കാണി. ഈ മക്കളൊക്കെ സ്കൂൾക്ക് പോകുമ്പോ ആ കുട്ടികളൊക്കെ കണ്ടിണ്ടാവില്ല ഇപ്പൊ വാട്സപ്പില്. കുട്ടികളൊക്കെ പറയില്ലേ, നമ്മളെ മക്കളോട് പറയില്ലേ, അയച്ചുങ്ങളെ കളിയാക്കൂലേ? കുട്ടികൾക്കൊക്കെ പിന്നെ സങ്കടാവൂലേ? വേറെ കുട്ടികൾ കളിയാക്കിയാല് കുട്ടികളെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിച്ചൂടേനിയോ? കുട്ടികളൊക്കെ പിന്നെ നിങ്ങളെ വെറുക്കൂലിക്ക. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചതി ചെയ്തത്? ഓ ഈ ഉണ്ടായിനിയോ? അതുകൊണ്ടായിരിക്കും ഇജ്ജ് അതിന് സമ്മതിച്ചത്. പക്ഷെ എല്ലാരും ഒരാളുണ്ടല്ലോ, ചതിച്ച ഇയ്യല്ലോ, ഇയാളാ ചതിച്ച്. നമ്മള് രണ്ടാളും ചതിച്ച്. ഓക്കെ, സംസാരിക്കാൻ കഴിയൂലെങ്കിലും ബുദ്ധിയും വിവേകവും ഉണ്ട്. ഇപ്പോഴും നിങ്ങളെ തലക്ക് ഓളം വന്നില്ലല്ലോ. ഞാനിവിടുന്ന് ഇറങ്ങി പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞാനും കുട്ടികളും ഇവിടെ തന്നെ ജീവിക്കും, അതുറപ്പാ. എനിക്ക് നിങ്ങളെ കാണണ്ട, എന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കണ്ട. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം.